പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 4-ാം തീയതി. പരിശുദ്ധ കന്യകയുടെ പിറവി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യോവാക്കീമും വിശുദ്ധ അന്നായുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നുമാണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ യോവാക്കീമും അന്നായും സന്താനഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർത്തരായി ജീവിച്ചു. എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായി ദൈവം അവർക്ക് സന്താനഭാഗ്യം നൽകി. ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അപ്രകാരമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം. സകല സൃഷ്ടജാലങ്ങളും ഒരു പരിത്രാതാവിന് വേണ്ടി കേഴുകയായിരുന്നു. എന്നാൽ മർത്യനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ. പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത്. സൂര്യോദയത്തിന് മുൻപ് പ്രഭാതതാരം ഉദിക്കുന്നതുപോലെ നീതീശ്വരനായ മിശിഹായുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചതുകൊണ്ട് മേരി ഒരു ഉദയനക്ഷത്രമായിരുന്നു. ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യൻ വഴി രക്ഷിക്കുവാനാണ് തീരുമാനസായത്. എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ്. അതിനായി മഹിളാകുലമണികുടമായ പരിശുദ്ധ കന്യകയെ തിരഞ്ഞെടുത്തു. അവൾ അമലമനോഹരിയും അമലോത്ഭവയുമാണ്. പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി. അവളുടെ ജനനത്തോടുകൂടി പരിത്രാണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു. പിതാവായ ദൈവത്തിൻ്റെ ഓമൽകുമാരി, സുതനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണവൾ. അവൾ പരിശുദ്ധ തത്വത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ്. സന്തോഷകാരണവുമായിരുന്നു. വിശുദ്ധർക്കും മാലാഖമാർക്കും അത് ആനന്ദ സന്ദായകമായിരുന്നുവല്ലോ. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും കളിയാടുന്നതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നാം സ്ഥാനം നൽകുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം നമുക്ക് കേട്ടാലോ. ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദമർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്തു. അക്കൂട്ടത്തിൽ ഫ്രാൻസ് വെർഫൽ എന്ന കവിയും ഉണ്ടായിരുന്നു. ഫ്രാൻസ് വെർഫൽ പിരിനിയൂസ് പർവ്വതങ്ങളുടെ സമീപത്ത് എത്തി. ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമാണെന്ന് തോന്നിയ ഫ്രാൻസ് വെർഫൽ പിരിനൂസ് പർവ്വത പാർശ്വത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ലൂർദിലെ അമലോത്ഭവ ജനനിയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ച നേർന്നു: ലൂർദിലെ നാഥേ, നീ ഉണ്ടെങ്കിൽ, നിനക്ക് ശക്തിയുണ്ടെങ്കിൽ, ഞാൻ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാനൊരു സംഗീത ശില്പം രചിക്കുന്നതാണ്. വെർഫൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചു. അതിന് കൃതജ്ഞതയായി അദ്ദേഹം വിരചിച്ചതത്രേ ബർണറീത്തായുടെ ഗീതം എന്ന വിശ്വവിസ്തൃതമായ ഗ്രന്ഥം.